എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഫോണിനൊരു പ്രത്യേകതയുണ്ട്. വിവോ X80 പ്രോയ്ക്ക് ശേഷം വിവോ ഇപ്പോഴാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു X സീരീസ് ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് കൊടുക്കുന്നത്. ഇതാണ് വിവോ ലോഞ്ച് ചെയ്യാൻ പോകുന്ന അവരുടെ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഫോണായ വിവോ X300 FE. ഈ ഫോണിന്റെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അടിപൊളിയാണെങ്കിലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് X300 FEയുടെ ക്യാമറ റിവ്യൂ ആണ്. ഓക്കെ, സോ ഈ ഫോണിന്റെ ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, പിന്നെ ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു 3x ടെലിഫോട്ടോ ക്യാമറ, പിന്നെ ഒരു 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, ഇത് മൂന്നും ചേർന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വിവോ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡേ ലൈറ്റിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ക്വാളിറ്റി ഇമേജസ് ആണ് ഈ ഫോൺ നമുക്ക് എടുത്ത് തരുന്നത്. വിവോയുടെ ആ ഒരു ഐ പ്ലീസിംഗ് കളേഴ്സും HDR പെർഫോമൻസും എല്ലാം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രോസസ്സിംഗും നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നി. നിങ്ങൾ ഈ ഫോൺ ഫോട്ടോഗ്രാഫി ഓറിയന്റഡ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഇതിന്റെ അകത്ത് സെറ്റിംഗ്സിനകത്തുള്ള ഹൈ റെസൊല്യൂഷൻ മോഡിൽ 1x 3x ലെൻസിലും ക്യാമറയുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് നല്ല ഹൈ ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ ഞാൻ അതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം നോർമൽ പിക്സൽ ബിൻ ചെയ്തിട്ടുള്ള 12 MB ഫോട്ടോസ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നി. ഇടയ്ക്ക് ഒരു എയുടെ പ്രോസസ്സിംഗ് ഒക്കെ വന്ന് കുറച്ചുകൂടെ ഒരു ഓയിൽ പെയിന്റിംഗ് എഫക്റ്റ് ഒക്കെ എവിടെയൊക്കെ വരും പോലെയൊക്കെ തോന്നി. സോ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ ഹൈ റെസൊല്യൂഷൻ മോഡിലിട്ട് ഫോട്ടോ എടുക്കാനായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ പോർട്രേറ്റ് മോഡും വിവോയുടെ ഏതൊരു X സീരീസ് ഫോൺ പോലെയും തന്നെ അടിപൊളിയാണ്. അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ പ്രോസസ്സിംഗ് നല്ലതാണ്. പിന്നെ ഇതിന്റെ മൊത്തത്തിലൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഇൻഡോർ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ വരുമ്പോഴത്തേക്കും ഇമേജസ് അത്യാവശ്യം സോഫ്റ്റ് ആവുന്നുണ്ട്. അവിടെ നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഡേ ലൈറ്റിൽ കിട്ടുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ മിസ്സിംഗ് ആണ്. ഇതിന്റെ 50 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം ഡീസെന്റ് സെൽഫീസ് ആണ് നമുക്ക് ക്യാപ്ചർ ചെയ്ത് തരുന്നത്. അതും പക്ഷേ ഈ പറഞ്ഞ പോലെ ലൈറ്റ് കുറയും തോറും അത്യാവശ്യം അതും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ X200 FE ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ രണ്ട് ഫോണുകളും കമ്പയർ ചെയ്തപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ആണ് കിട്ടിയത്. ലൈക്ക് ഫോട്ടോയുടെ ഡീറ്റെയിൽ വൈസും ക്വാളിറ്റി വൈസിലും അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും ഇതിന്റെ കളേഴ്സ് തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ചില ഫോട്ടോസിൽ X300 FEയിലെ ഫോട്ടോസിൽ കുറച്ച് വാംത്ത് കൂടി നിൽക്കുമായിരുന്നു, ചിലതിൽ 200 FEയിലായിരുന്നു അത് കൂടി നിന്നത്. ഇതെന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഒരു കളറിന്റെ ഒരു ഇൻകൺസിസ്റ്റൻസി മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സിമിലർ ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ രണ്ട് ഫോണും തരുന്നത്. അങ്ങനെ ക്യാമറയ്ക്ക് വേണ്ടി നിങ്ങൾ ഓൾറെഡി X200 FE ഉണ്ടെങ്കിൽ 300 FEയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, സോ ഈ ഫോണിന്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആണ് ഇതിന്റെ റിയർ ക്യാമറ നമുക്ക് ക്യാപ്ചർ ചെയ്ത് തരുന്നത്. നമുക്ക് മാക്സിമം 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാം. പിന്നെ സ്റ്റാൻഡേർഡ് പിക്ചർ പ്രൊഫൈൽ മാത്രമേ ഈ ഫോണിലുള്ളൂ. നമ്മൾ പ്രോ സീരീസിൽ കണ്ടതുപോലെ 10-bit ലോഗ് ഫീച്ചർ ഈ ഫോണിൽ അവർ കൊടുത്തിട്ടില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് പ്രൊഫൈൽ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല കളേഴ്സ് ഒക്കെ ഉള്ള ഒരു നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഡീസെന്റ് വീഡിയോ പെർഫോമൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറയിലും ആക്ച്വലി 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷേ ഫ്രണ്ട് ക്യാമറ വീഡിയോ പെർഫോമൻസ് എനിക്കൊരു എബോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കാരണം കുറച്ച് സോഫ്റ്റ്വെയർ വീഡിയോ ആണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് X300 FEയുടെ ക്യാമറയെ പറ്റി പറയാനുള്ളത്. ഇത് ഒരിക്കലും നമുക്ക് 300 Pro ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ പ്രൈസ് ആക്ച്വലി നമുക്ക് അറിയത്തില്ല. ഇത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. സോ അത് ലോഞ്ചായി നമുക്ക് പ്രൈസ് അറിഞ്ഞാൽ മാത്രമേ ആ പ്രൈസിൽ ഈ ഫോൺ ജസ്റ്റിഫയബിൾ ആണോ, ഞാൻ ഈ ക്യാമറയിൽ പറഞ്ഞ പോരായ്മകളൊക്കെ ആ പ്രൈസിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റൂ. സോ ഈ ഫോൺ ലോഞ്ച് ആയതിനു ശേഷം ഇതിന്റെ പ്രൈസും ആ പ്രൈസിൽ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നുള്ള കാര്യം ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. സോ ഈ ഫോണിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിലോ ചോദിക്കാവുന്നതാണ്. 2 ദിവസം എൻ്റെ ഈ ഫോൺ ഉണ്ടായിരുന്നത്. സോ 2 ദിവസത്തിൽ ഇത്രയും ഫോട്ടോസും വീഡിയോസും എടുത്ത ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.